നമസ്കാരം. ചോദിക്കൂ പറയാം എന്ന പരമ്പരയിലെ 6ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെൻസുകളുടെ പ്രിൻസിപ്പൽ ഫോക്കസ് പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടി ഉന്നയിച്ച സംശയമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് മുഖ്യ അക്ഷത്തിലേക്ക്, പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് വളയുന്നു. എന്നാൽ കോൺകേവ് ലെൻസിൽ ഇതിന് നേരെ വിപരീതവുമാണ്. ഇതെന്തുകൊണ്ടാണ്? ഇവിടെ ആ കുട്ടി വെറുതെ അങ്ങ് ചോദ്യം ഉന്നയിക്കുകയല്ല ചെയ്തത്, കാര്യകാരണ സഹിതമാണ് സംശയം ഉന്നയിച്ചത്. നോക്കൂ, ഇവിടെ ആദ്യ ചിത്രത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നതിനാൽ റിഫ്രാക്റ്റഡ് റേ വലത്തേക്ക് വളഞ്ഞ് നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ രണ്ടാമത്തേതിലാകട്ടെ നേരെ തിരിച്ചായതിനാൽ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കായതിനാൽ ഡീവിയേഷനും വിപരീതമായി. അതായത് ഇടത്തോട്ട് ബെൻഡ് ചെയ്ത് നോർമലിനോട് അടുത്തിരിക്കുന്നു. ഇവിടെ ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത രീതിയിൽ ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അവൾക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷേ ലെൻസുകളിൽ, അത് കോൺകേവ് ലെൻസ് ആയാലും കോൺവെക്സ് ലെൻസ് ആയാലും, അവയിലൂടെ പ്രകാശം കടന്നു പോകുന്ന മാധ്യമങ്ങളുടെ മാറ്റം സമാനമാണ്. അതായത് ആദ്യം എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, പിന്നീട് ഗ്ലാസ്സിൽ നിന്നും വായുവിലേക്ക്. എന്നിട്ടും പുറത്തു വരുന്ന പ്രകാശരശ്മികൾക്കുണ്ടാകുന്ന വ്യതിയാനം വ്യത്യസ്തമാണ്, ഡീവിയേഷൻ വ്യത്യസ്തമാണ്. ഇതെന്തുകൊണ്ടാണെന്നാണ് കുട്ടിയുടെ സംശയം. സത്യത്തിൽ ലെൻസിൻ്റെ കാര്യത്തിലും നാം നേരത്തെ മനസ്സിലാക്കിയ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രകാശം കടക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്നു പോവുകയും തിരിച്ചാകുമ്പോൾ നോർമലിനോട് അടുക്കുകയുമാണ് ചെയ്യുന്നത്. ലെൻസിൽ ആദ്യം പ്രകാശരശ്മി വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കും അതിനുശേഷം ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്കും പ്രവേശിക്കുന്നതിനാൽ 2 പ്രാവശ്യം പ്രകാശത്തിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, അപവർത്തനം സംഭവിക്കുന്നുണ്ട്. എന്നാൽ സൗകര്യത്തിന് വേണ്ടി ലെൻസുകളിലെ പ്രകാശപാത വരയ്ക്കുമ്പോൾ, പാത്ത് ഓഫ് റേസ് വരയ്ക്കുമ്പോൾ, അത് വെവ്വേറെ വരച്ചു ചേർക്കാതെ ഒന്നിച്ച് വരച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ കുട്ടിയുടെ സംശയം തീർക്കുന്നതിന് വേണ്ടി ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മിക്ക് ഓരോ ഭാഗത്തും സംഭവിക്കുന്ന റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡീവിയേഷൻ പ്രത്യേകം നമുക്ക് വരച്ചു കാണിക്കാം. അപ്പോൾ സംശയമെല്ലാം തീർന്നു കിട്ടും. നോക്കൂ, ഒരു കോൺവെക്സ് ലെൻസിലേക്ക് ഒരു പ്രകാശരശ്മി പതിച്ചു. ഇപ്പോൾ ഏത് മീഡിയത്തിൽ നിന്നും ഏത് മീഡിയത്തിലേക്കാണ് പ്രകാശം സഞ്ചരിക്കുന്നത്? അതെ, വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്ക്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഡീവിയേഷൻ ഇവിടത്തെ നോർമലിന് അടുത്തേക്കാകണമല്ലോ. അതിനാൽ പ്രകാശം പതിച്ച ബിന്ദുവിൽ നമുക്കൊരു നോർമൽ വരയ്ക്കാം. ദാ വരച്ചു. പിങ്ക് നിറത്തിൽ 1 എന്ന നമ്പർ നൽകി വരച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രകാശം ലെൻസിലേക്ക് പതിച്ച ബിന്ദുവിലേക്കുള്ള നോർമലാണ്, ലംബമാണ്. ഇനി ആ രശ്മി എങ്ങോട്ടാണ് വളയേണ്ടത്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പ്രകാശം കടക്കുന്നതിനാൽ നോർമലിനടുത്തേക്ക് പ്രതിപതന രശ്മി, അതായത് റിഫ്രാക്റ്റഡ് റേ വളഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നു. പച്ച നിറത്തിൽ കാണുന്ന ആ രശ്മിയാണ് ആദ്യ അപവർത്തനത്തിലെ അപവർത്തന രശ്മി, റിഫ്രാക്റ്റഡ് റേ. ഇനി ഈ രശ്മിയാണ്, ഈ റേ ആണ് ഗ്ലാസ്സിൽ നിന്നും വായുവിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് വളയുക? ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണല്ലോ പ്രകാശം സഞ്ചരിക്കുന്നത്. അതിനാൽ നമുക്കറിയാം അത് നോർമലിൽ നിന്ന് അകന്നു പോകും. ദാ ഇവിടെ വീണ്ടും നോർമൽ വരച്ചിരിക്കുന്നു. ചുവന്ന ഡോട്ടഡ് ലൈൻ ഇവിടേക്ക് വരച്ച നോർമലാണ്. ആ നോർമലിൽ നിന്നും പ്രകാശം അകന്നു പോയിരിക്കുന്നു. രണ്ടാമത്തെ റിഫ്രാക്ഷനും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന രശ്മിയാണ് ഇവിടെ ബ്രൗൺ നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം ഒന്ന് കാണൂ. ഇവിടെ ആ സാങ്കല്പിക ഗോളങ്ങളും
നോർമലുകളെല്ലാം ഒഴിവാക്കി ലെൻസും പ്രകാശരശ്മികളും മാത്രമായി വരച്ചിരിക്കുന്നത് കാണൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ലെൻസിൽ പതിച്ച രശ്മി മുഖ്യ അക്ഷത്തിനടുത്തേക്ക്, പ്രിൻസിപ്പൽ ആക്സിനടുത്തേക്ക് വളഞ്ഞു സഞ്ചരിച്ചതെന്ന് മനസ്സിലായല്ലോ. പക്ഷേ നമ്മുടെ യഥാർത്ഥ സംശയം അതല്ലല്ലോ. കോൺകേവ് ലെൻസിൽ ഇതെങ്ങനെ വേറൊരു തരത്തിലായി എന്നതാണല്ലോ. നമുക്ക് പരിശോധിക്കാം. ദാ ഒരു കോൺകേവ് ലെൻസ്, അതിലേക്കൊരു പ്രകാശരശ്മി പതിച്ചിരിക്കുന്നു. അതായത് പ്രകാശം എയറിൽ നിന്നും ഗ്ലാസിലേക്ക് പ്രവേശിക്കുന്നു. അതിനാൽ ആ പ്രകാശരശ്മി നോർമലിനടുത്തേക്ക് വളഞ്ഞ് റിഫ്രാക്റ്റ് ചെയ്തു പോകും. ലംബം വരച്ചു. ചുവന്ന നിറത്തിൽ കുത്തിട്ട് വരച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ നോർമൽ. റിഫ്രാക്റ്റഡ് റേ നോർമലിനടുത്തേക്ക് വളഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? അവിടെ പച്ച നിറത്തിൽ കാണുന്നതാണ് അപവർത്തന രശ്മി, റിഫ്രാക്റ്റഡ് റേ. ഈ രശ്മി ഗ്ലാസിൽ നിന്ന് വായുവിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ അത് നോർമലിൽ നിന്ന് അകന്നു പോകണം. പുറത്തേക്ക് വരുന്ന രശ്മിയുടെ ഡിറക്ഷൻ അറിയാൻ ലെൻസിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് ഒരു നോർമൽ വരച്ചു. പിങ്ക് നിറത്തിലുള്ള ആ നോർമലിൽ നിന്നും അപവർത്തന രശ്മി, റിഫ്രാക്റ്റഡ് റേ അകന്നു പോകുന്നത് കണ്ടല്ലോ. ലെൻസിൻ്റെ ഓരോ മുഖത്തും സംഭവിച്ച 2 റിഫ്രാക്ഷനും കഴിഞ്ഞ് അവസാനം പ്രകാശരശ്മി പോകുന്നത് ഏത് വഴിക്കാണെന്ന് നോക്കൂ. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. 2 ലെൻസുകളിലും കൃത്യമായ അപവർത്തന നിയമം പാലിച്ചു തന്നെയാണ് പ്രകാശരശ്മികൾ കടന്നുപോയത്. ഇതിലൂടെ നൽകിയ വിശദീകരണം ഇഷ്ടമായെന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.